10ാം ക്ലാസ്സിൽ ഫുൾ A+ വേണം. അതായത് SLC പബ്ലിക് എക്സാമിന്. SSLC പബ്ലിക് എക്സാമിന്റെ 30% ചോദ്യങ്ങൾ അല്ലെങ്കിൽ 30% കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. സോ ഒരു കുട്ടി ഓണം എക്സാമിന് നന്നായിട്ട് പഠിച്ചാൽ ആ കുട്ടിക്ക് ഏറെക്കുറെ പബ്ലിക് എക്സാമിന് കുറേ ലോഡ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഇനി ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, മാഷേ ഞാൻ ഇതുവരെ മുഴുവനായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഏതൊക്കെ പാഠത്തിനെ പറ്റി ചില ധാരണകൾ മാത്രമേ എനിക്കുള്ളൂ. നോ പ്രോബ്ലം, നമുക്കൊരു പ്ലാൻ ഇന്ന് അങ്ങോട്ട് സെറ്റാക്കാം. ഇന്നത്തെ ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 12-നാണ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓഗസ്റ്റ് 12-നാണ്. നിങ്ങൾ ആദ്യത്തെ ഓണം എക്സാം വരുന്നത് ഓഗസ്റ്റ് 18-നാണ്. അതായത് ഇന്ന് നിങ്ങൾ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേ നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള 6 ദിവസങ്ങളാണ്. ഈ 6 ദിവസങ്ങൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ഏതൊക്കെ സമയത്ത് പഠിക്കാനിരിക്കണം, ഏതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ ഉടായ്പ കാണിക്കരുത്. അവിടെ ഞങ്ങളെ എക്സ്പേർട്ടിൻ്റെ ടോക്ക് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം മക്കളെ. മാത്രമല്ല നിങ്ങൾ ടൈം ടേബിൾ നോക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 18 മുതൽ ഏകദേശം 22 വരെ കണ്ടിന്യൂസ് എക്സാമാണ്. 22-ന് ശേഷം പിന്നെ അടുത്ത എക്സാം 25-നാണ് വരുന്നത്. സോ ഈ സമയത്ത് ഈ ഒരു 6 ദിവസത്തിൽ നിങ്ങൾ ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നന്നായിട്ടൊന്ന് ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഒന്നും പേടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് ഞങ്ങളെ എക്സ്പേർട്ട് ടോക്ക് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പേർട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ എജുപോർട്ടിൻ്റെ SLC ചാനലിൽ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഇതുവരെ എന്തെങ്കിലും പഠിച്ച ആൾക്കാർക്കും ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കും എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് സുസ്വാഗതം. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ ആ സ്റ്റഡി പ്ലാനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോയിന്റ് നമ്പർ 1, നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ച പാഠങ്ങളുടെ എണ്ണം ഏതൊക്കെയാണ്, ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചത് എന്നൊരു ധാരണ നിങ്ങളെ മനസ്സിലുണ്ടാവണം. രണ്ടാമതൊരു കാര്യം എന്താ, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മൂന്നാമതൊന്ന്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണെന്നും കൂടി നിങ്ങൾ മനസ്സിലൊന്ന് ധ്യാനിക്കണം. എന്നിട്ട് മാത്രം ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ വരണം. വേണമെങ്കിൽ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് താഴെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾക്ക് അതും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഇന്ന് രാത്രിയുള്ള ലൈവിൽ കുറച്ചും കൂടി സീരിയസ് പ്ലാനിങ് ഒക്കെ ഉൾപ്പെടുത്താൻ നോക്കാം. സോ ഗൈസ്, എല്ലാവരും ഇന്ന് രാത്രി 7:30 നമ്മളെ സ്റ്റഡി പ്ലാനിൽ വരണം. ഈ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട് എജുപോർട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം സപ്പോർട്ടായിട്ട് രാവിലെ 5 മണിക്ക് ഓണാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയാണ് സുഹൃത്തുക്കളെ നമ്മളെ താഴെ കമന്റ് ബോക്സിലുള്ളത്. എത്രയും പെട്ടെന്ന് ആ കമ്മ്യൂണിറ്റിയിലൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇത്തവണ ഓണം എക്സാം തൂഫാനാക്കാം. സോ മാക്സിമം ആ ലൈവിന്റെ ലിങ്കിൽ ഇപ്പോഴത്തെ പോയി ലൈക്ക് അടിച്ചു വെക്കുക. ലൈവിന്റെ ലിങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുക്കുക. അവരെ എല്ലാവരും കൂട്ടി വരിക. നമുക്ക് ഇത്തവണ ഓണം എക്സാം പൊളിക്കണം. ബൈ.